നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലായി, നിന്റെ തന്ത ഇങ്ങനെ ഒരു ആക്സിഡന്റിലാണല്ലോ കാഞ്ഞു പോയത്. അതിന്റെ സെന്റിമെന്റ്സ് ആയിരിക്കും. മോളെ, ഇവളെ ഐശ്വര്യമായിട്ട് സെല്ലി കയറ്റി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തേക്ക്. യെസ് സർ. മഞ്ജു, ഇവളെ തല്ലാനേ എനിക്ക് ലാത്തിയൊന്നും വേണ്ട ബിജേട്ടാ. മഞ്ജു, മഞ്ജു, സാറേ, സാറേ വേണ്ടെന്ന് പറ, സാറേ വേണ്ടെന്ന് പറ, സാറേ കാണുന്നു പോടൂ. ഇതിനൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചോളാം. ഗോപാൽജിയുടെ 2 മക്കളെയും അറസ്റ്റ് ചെയ്ത് ഈ സെല്ലിലിട്ട് പെരുമാറാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം ലഭിച്ചതിന് പകരം എന്തു അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഫ്രാൻസിസ് സാറേ, ശാല്യമോക്കെ ഒരു ചായ പറ. പാവം ക്ഷീണം കാണും. സഞ്ജു, നമുക്ക് എങ്ങനെയെങ്കിലും ശാലിനിയെ പുറത്തിറക്കണം. നീ ഇങ്ങനെ പേടിച്ചു നിൽക്കല്ലേ. പേടിയോ? എനിക്കാരെയും പേടിയൊന്നുമില്ല. നിന്റെ അത്ര ഇല്ലെങ്കിലും ആവശ്യത്തിന് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. നിക്ക. സെല്ലി കിടക്കുന്നവരോട് സംസാരിക്കുന്നതിന് മുൻപ് പെർമിഷൻ എടുക്കണം. അതാണ് റൂൾസ്. റൂൾസ് പാലിക്കുന്ന ഒരാള് പ്രതികളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും റൂളില്ലേ? നിങ്ങളത് പാലിക്കാറുണ്ടോ? ഞങ്ങള് പ്രതികളോട് നന്നായിട്ട് പെരുമാറാറുണ്ടെന്ന് നിന്നെക്കാളും നന്നായിട്ട് ആർക്കാണ് അറിയുന്നത് സഞ്ജു? ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ അതിഥിയായിട്ട് നീ ഇവിടെ കഴിഞ്ഞതല്ലേ? ഇന്ന് ആ ഭാഗ്യം നിന്റെ അനിയത്തിക്കാണെന്ന് കരുതിയാ മതി. നീ വെറുതെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള പക തീർക്കാൻ വേണ്ടി ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ച് ശാലിനിയെ കുടുക്കിയതാ. കള്ളക്കേസോ? ഏഴ് വയസ്സുള്ളൊരു പെൺകുട്ടി നിത്യ, അവളെയാ ആ സാധനം വണ്ടിയിടിച്ച് തെറിപ്പിച്ചത്. അപ്പോഴും ആ കുട്ടി മരിച്ചിരുന്നില്ല. ഇവളൊന്നും വിചാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇവള് വണ്ടി നിർത്താതെ പോയി. അടുത്ത ദിവസം രാവിലെ വരെ ആ കുട്ടി രക്തം വാർന്ന് റോഡ് സൈഡിൽ കിടന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും കുട്ടിക്ക് ജീവനുണ്ട്. പക്ഷെ കുറെ രക്തം പോയതുകൊണ്ട് മരിച്ചുപോയി. ഇതാണോ ഞങ്ങൾ കെട്ടിച്ചമച്ച കള്ളക്കേസ്? അവള് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. നിന്നെ ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിർക്കും. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇന്നിവൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. കാണാം. കാണാം. സഞ്ജു, നീ വാ.
സഞ്ജു, നീ ആരെ വിളിക്കാൻ പോകുന്നേ? DGP. ഹലോ അങ്കിൾ, ഞാനൊരു പ്രശ്നത്തില. ആക്ച്വലി ശാലിനിയാണ് പ്രശ്നത്തില്. അവളൊന്ന് സഹായിക്കണം. ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഏത് ജഡ്ജിയാണെങ്കിലും പരമാവധി ശിക്ഷ കൊടുക്കണം. അങ്ങനെ വേണം എഴുതാൻ. ശരി സാർ. നിങ്ങൾ വെറുതെ ഇരുന്ന് സ്വപ്നം കാണണ്ട. ഞാനിപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവും. DGP ആണല്ലോ. ഹലോ സർ. സർ, അതെ സർ, നരഹത്യയാണ് സർ. ഒരു ചെറിയ കുട്ടിയെ. സർ, അതെങ്ങനെ പറ്റും സർ? ശരി സർ, ഓക്കെ. എന്തു പറ്റി സർ? സർ, എന്താ പറ്റിയത്? ശാലിയെ വെറുതെ വിടാനുള്ള ഓർഡർ വന്നു. സർ, ഇവളെ എങ്ങനെയാ സർ വിട്ടുകളയുന്നേ? എനിക്കറിയില്ല. മോളിൽ നിന്ന് ഓർഡർ വന്നാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് പറ്റി? ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? യൂണിഫോമിന്റെ പവറിനെ കുറിച്ചോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ഒന്നുമില്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഈ ലോകത്ത് ജയിക്കുന്നത് കാശുള്ളവരാ. നിനക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കൊച്ചെ. ഏയ്, അകത്ത് കയറ്റി പൂട്ടിയുള്ളു തന്നെ തുറന്നു വിടട്ടെ. എന്നാ പിന്നെ നീ ഇറങ്ങണ്ട. ഹാ, സഞ്ജു, DGP അങ്കിളിനെ വിളിക്ക്. സഞ്ജു, വേണ്ട മോളെ. എല്ലാവരുടെയും ജോലി വെച്ച് കളിക്കണ്ട. അവളുടെ വാശി അങ്ങ് നടത്തി കൊടുക്ക്. സർ, ഞാൻ മോളെ പ്ലീസ്. നീയൊക്കെ ഇത്രയേ ഉള്ളൂ. എന്താ മഞ്ജു? മൂന്നാ ശാലിനി ഇപ്പൊ റിലീസ് ചെയ്യും.